കലയുടെ മായക്കാഴ്ചകളിലേക്ക് മായാനഗരിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും വീണ്ടും സ്വാഗതം ചെയ്യാണ്. ഇതിനുള്ള 2 മണിക്കൂർ നമുക്ക് ഈ കലോത്സവ നഗരിയിലൂടെ ഇങ്ങനെ ഒഴുകി സഞ്ചരിക്കാം. നമുക്ക് അതിനു മുൻപ് ഇപ്പോഴത്തെ പോയിന്റ് നില ഒന്ന് പറഞ്ഞു, എങ്ങനെയാണ് പോരാട്ടം കടുക്കുകയാണോ? കടുക്കുന്ന പോരാട്ടം, കല ആരവമല്ല, കല ആഘോഷമല്ല, അതിനപ്പുറത്തേക്ക് മത്സരം കൂടിയാണ്. അപ്പൊ കടുത്ത പോരാട്ടമാണുള്ളത്. ആരായിരിക്കും ഒന്നാമതുണ്ടാവുക? കണ്ണൂര് പിടിച്ചു കയറി തുടങ്ങിയിട്ടുണ്ടല്ലേ? എവിടെന്നോ കേട്ടു അല്ലേ? അതെ അതെ, മാറ്റമൊന്നുമില്ല. കഴിഞ്ഞ തവണ കപ്പടിച്ച കണ്ണൂർ തന്നെയാണ് ഏറ്റവും മുന്നിലുള്ളത്. 308 പോയിന്റുമായി കണ്ണൂർ മൂന്നാമത് നിൽക്കുന്നു. രണ്ടാമതാരായിരിക്കും? തിരുവനന്തപുരത്ത് അങ്ങ് അടുക്കാൻ പറ്റുന്നില്ല. കുറച്ച് ബന്ധമുള്ള ജില്ലയാ തൃശ്ശൂരായിരിക്കും. അതെ, തൃശ്ശൂർ ജില്ലയാണുള്ളത്. 305 പോയിന്റ്. മൂന്നാം സ്ഥാനത്ത് പക്ഷെ 2 പേരുണ്ട്. ഗസി അത് കോഴിക്കോടും പാലക്കാടും അല്ലേ? അത് തന്നെ, കോഴിക്കോടും പാലക്കാടും 303 പോയിന്റുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നുണ്ട്. നാലാമതായി വരുന്നത് എറണാകുളം ജില്ലയാണ്, 290. പിന്നെ അങ്ങോട്ട് കുറച്ച് കുറവാണ്. ഏറ്റവും ഒടുവിൽ ഇടുക്കിയാണ്, 233 പോയിന്റ് കേട്ടോ ഇതുവരെ. സ്കൂളുകളുടെ കാര്യത്തിൽ BSS ഗുരുകുലമൊക്കെ അങ്ങ് താഴേക്ക് പോകുന്നു. പത്തനംതിട്ടയിലെ സ്കൂളാണ് ഇപ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പറയണം, ഒരു വ്യക്തിപരമായ നിരാശ കൂടിയാണ്. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്, ഒരു കലോത്സവ വേദിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരേണ്ട ഒരു ദിവസമാണ്. പക്ഷേ ഒരു യാഥാർത്ഥ്യം, 2016 തിരുവനന്തപുരത്തെ കലോത്സവത്തിൽ പുത്തിരിക്കണ്ടം മൈതാനത്ത് നിറഞ്ഞു തുളുമ്പിയ ജനക്കൂട്ടത്തിന്റെ പാതി പോലും ഇന്ന് എത്തിയില്ല എന്നതൊരു നിരാശാജനകമായ കാര്യമാണ്. സമയം 4 മണിയാണ്, ഇനിയും അവശേഷിക്കുന്നു. വെയിലല്ലേ, നല്ല വെയിലാണ്. അപ്പൊ തന്നെ അതൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ആളുകളൊന്നും മടിച്ചതായിരിക്കും. വൈകുന്നേരത്തോടെ എത്തും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ? പോസിറ്റീവ് ആയിരിക്കാം. എന്തായാലും ആഘോഷ കാഴ്ചകൾ നമ്മുടെ അപ്പുറം ഇപ്പുറം ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഒപ്പനയിലൂടെ തുടങ്ങാം. മുൻചത്തികൾ കുറേ ഏതാ സ്കൂൾ? എങ്ങനെയുണ്ടായിരുന്നു മത്സരം? തകർത്തടിച്ച് പൊളിച്ച് ഞങ്ങള്. മത്സരം കഴിഞ്ഞിട്ട് കുറെ നേരമായി, മണിക്കൂറുകളായി, പക്ഷെ അവരെ ചമയം അടിച്ചിട്ടില്ല. കാരണം അവരെങ്ങനെ ഓരോ വേദികൾ കയറി അവരുടെ പെർഫോമൻസ് കാഴ്ച അല്ലേ? എങ്ങനെയായിരുന്നു? എല്ലാവർക്കും A ഗ്രേഡ് കിട്ടി. എങ്കിലും നിങ്ങൾക്ക് തോന്നിയിരുന്നോ ഞങ്ങൾക്ക് കുറച്ചുകൂടെ പോയിന്റ് കിട്ടണമായിരുന്നു? അങ്ങനെ ഞങ്ങൾ ഇത് ഉറപ്പിച്ച് തന്നെ വന്നതായിരുന്നു. ഫസ്റ്റ് അടിക്കണം എന്നുള്ളത്, A ഗ്രേഡ് കിട്ടണം എന്ന് ഉറപ്പിച്ച് ഞങ്ങൾ വന്നതായിരുന്നു. ഞങ്ങൾക്ക് A ഗ്രേഡ് കിട്ടി. ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്, ഹാപ്പിയായി. മണവാട്ടിയുടെ പേരും കൂടി ചോദിക്കാം. മണവാട്ടിനെ ഇഷ്ടായോ? കൊള്ളാം. ബാക്കിയുള്ളവരോ? എല്ലാരും അവരുടെ പെർഫോമൻസ് കൊണ്ടാണ് ഇനി അവർ നമ്മളെ ഞെട്ടിക്കാൻ പോകുന്നത്. കേരളത്തിലെ കവച്ചു വെക്കുന്ന ഒപ്പനയായിരിക്കും കാണണം. അപ്പൊ തുടങ്ങിയാലോ? ഓക്കെ, കുട്ടികളുടെ ഒപ്പനയാണ്. A ഗ്രേഡ് അടിച്ചിട്ടുണ്ട് അവര്. സുരൂരോടെ വിധി പോലെ തീരുമോ, ചൊല്ലിക്കൂടെ പോരുമോ, മതിയൊത്ത ബീവിയെ നാൾ കിട്ടുമോ, മനം വെത്ത രാജമക്കൾ പലരുമോ, തേടിടും ഹുസ്നുൽ ജമാൽ തേനിറച്ച ബദർ പോലേറി പോകലാ, ആയിടും ഹയാത്തിലൊത്ത് ആയിടുന്ന ബോസയാതും ബദലായി താനത്തുണ്ടാനേ, മുഞ്ചകി പിന്നിൽ ചെയ്റാനേ, ചേതിന്റെ നോട്ടിടാതെ ഓടുന്നേ, പൊട്ടിയ കന്ന ചതികനെ നോക്കി പൊങ്കനെ എവിടെ നോർത്ത് തിരക്കി, കൗതുകമാക്കി ഉള്ളിലെ ഷൗക്കേർ കാണാൻ എന്തു പറ്റി എന്നറിയാൻ, തരം കിട്ടാതെ ബീവിരാവതെന്നുറങ്ങാതാ, പൊള്ളയാം ഹയാത്തിലേറെ ഉള്ളുകൾ സഹിക്കാനായി അന്നുറച്ചു സാധിക്കാൻ വന്നെത്തി മുനീറും ഷൗക്കിൽ തേടി അലഞ്ഞു ജമാലും, ശാന്തിയൊതുക്കി ഹുബ്ബതിലേറും ശൽവത്തായിരം മുത്തൊളിനു ജോമ പോലെ വാനമില്ല തപ്പാറുന്നേ, കഥയിലേറുന്നേ, കോർത്ത സംഭവമേറ്റിടും അതിശയങ്ങൾ കൂടുന്നേ, വാത്തുകൾ പറഞ്ഞു തീർത്തതോർക്കുന്നേ, ഒത്തിടും സിനത്ത് പുത്തിടും വഴിക്ക് ഓർമ്മച്ചാലിൽ ചേർത്ത് കിസ്സകൾ മൊളീന്റെ, മരത്തിൻ്റെ ചില്ലകൾ കതീർത്ത് സംഭവത്തിരിക്ക് കോർത്തിടും നാരികൾ തിമർത്ത്. അത് മതിയെന്ന്. അടിപൊളി, പൊളി. പൊളിച്ചു കേട്ടോ, എല്ലാരും പൊളിച്ചു. മണവാട്ടി മാത്രമല്ല, എല്ലാ ഹൈസ്കൂൾ വിഭാഗമല്ലേ? ഇനി 2 വർഷം കൂടെ നിങ്ങളുടെ മുമ്പിലുണ്ട് അല്ലേ? 2 വർഷം വരുമോ?
ടെൻത്തിലാണ് പരീക്ഷയൊക്കെ ഉണ്ട്, അതിനിടയിലാണ് കേട്ടോ. ഇതിന്റെ കരുത്തിലാണ് അവർ ഇനി പരീക്ഷ എഴുതാൻ പോവാ അല്ലേ? എല്ലാവർക്കും നല്ല എത്ര നല്ല പഠിക്കുന്ന കുട്ടികളാണോ അതോ ഡാൻസിലാണോ കൂടുതൽ കമ്പം? രണ്ടും പഠിത്തമുണ്ട്, ഒപ്പനയുണ്ട്. അങ്ങനെയൊന്നും ഞങ്ങളെ പ്രാക്ടീസ് കണ്ടോ, പഠിത്തത്തിന് ഒരു ബലക്കുറവുണ്ട്. കാരണം ഫുൾ ഒപ്പന പ്രാക്ടീസിലായിരുന്നു. അപ്പൊ നല്ലോണം പഠിക്കുക. ഇനി ദിവിഷ് പഠിപ്പിച്ച എവിടെ സാർ? സാറുണ്ട്. ഇവിടെ ശരി. മാത്രമല്ല വേറൊരു കാര്യമുണ്ട് സാർ കേട്ടോ. ഒരു മിനിറ്റ് വരൂ സാർ. സാർ എന്താ പറയാനുള്ള അറിയോ? ചക്കാലക്കൽ ഇന്നലെയും പിള്ളേർ ഇവിടെ വന്നിരുന്നു. നിങ്ങൾ എല്ലാ ഐറ്റത്തിലും ഉണ്ടല്ലോ. ഉണ്ട്. എൻ്റെ 6 ഐറ്റം ഉണ്ട് ഇവിടെ. ഹയർ സെക്കൻഡറി 3 ഹൈസ്കൂളും 3 പിന്നെ ഒരു 10-14 കൊല്ലമായിട്ട് നമുക്ക് തന്നെയാണ് ഫസ്റ്റ് കോഴിക്കോട് സിൽവേഴ്സ്. അത് ഒഴിവാക്കിയിട്ടാണ് ഞാൻ ചക്കാലക്കൽ ഇപ്രാവശ്യം എടുത്തത്. ചക്കാലക്കലിനോട് ഒരു ഇഷ്ടം കൂടിയല്ലേ? നല്ല കുട്ടികളാണ്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സെലക്ഷൻ നല്ല ഇഷ്ടമായി. അതുകൊണ്ട് കുട്ടികൾ നല്ലതെന്ന് പറയുന്നത്. മാഷോ അടിപൊളി. അല്ല, അത് അടിപൊളിയായിട്ട് കുട്ടികൾ മാഷുണ്ട്, മാഷിനോട് സംസാരിക്കുന്ന കുട്ടികൾ പറഞ്ഞു. പിന്നെ നമ്മുടെ ഞാൻ 1500 വരെ ഒരു ഒപ്പന ചെയ്തിട്ടുണ്ട്. പിന്നെ ചിറക്കൽ രാജാവും അറക്കൽ ഭീമേരി കല്യാണം ഇതാക്കിയിട്ട് കണ്ണൂർ അറക്കൽ മ്യൂസിയത്തിൽ. പിന്നെ ഈ പൈതൃകോത്സവം, അങ്ങനെ ഗവൺമെൻറ് പ്രോഗ്രാം പോപ്പുലർ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഒപ്പനൻ്റെ ഇത്. എൻ്റെ ഉമ്മമ്മ ഒപ്പനക്കാരിയായിരുന്നു പാരമ്പര്യമായിട്ട്. കുറെ കഥയുണ്ട് മാഷ് പറയാൻ. ഒരു കിടിക്കഥ പറയാനുണ്ട് ഒപ്പനയെ കുറിച്ച്. എന്തായാലും എന്തായാലും മാഷിനും അടിപൊളി. കുട്ടികൾക്കും ഒക്കെ എല്ലാവിധ ആശംസകളും. അടുത്ത 2 വർഷം കൂടെ വരിക. ഞാൻ 10ാം ചോദിക്കട്ടെ, ക്ലാസ്സിൽ നല്ലോണം ഒപ്പന പഠിക്കുകയും കൂടി ചെയ്യാം പാട്ടൊക്കെ ഉണ്ടോ കേട്ടോ. കയ്യില്? എല്ലാവർക്കും പാട്ടുണ്ടോ? ഡിസ്റ്റിങ്ഷന് മുകളിലേക്കുള്ള മാർക്ക് കിട്ടട്ടെ അല്ലേ? കിട്ടില്ലേ? ഓക്കെ. വേറൊരു പാട്ടുണ്ടോ നിങ്ങൾ എല്ലാരും കൂടെ ഒപ്പന കളിക്കാണ്ടല്ലേ? ഒരു അടിപൊളി പാട്ട്. റീൽസ് എടുക്കുന്ന പാട്ടുകളൊക്കെ ഉണ്ടാവല്ലോ. അപ്പോ ഇഷ്ടമുള്ള ഒരു പാട്ട്. റീൽസിൽ ഒരു പാട്ട് കൂടെ പാട്ടി പാട്ടുകാർ പാട്. പാട്ടുകാർക്ക് നടുക്കോട്ട് വരാം. ഏതാ ഒരു അടിപൊളി മാപ്പിളപ്പാട്ട് പാടാം ഈ ഒരു അപ്പിയറൻസിലെ. മാപ്പിളപ്പാട്ട് പാടാം അറിയോ? ഇഷ്ടമാ കോഴിക്കോട് പാട്ട് പാടാം ഞാനും കൂടാ. കൽവിലെ തേനൊഴുകണ കോഴിക്കോട്, കടലമ്മ മുത്തണ കര കോഴിക്കോട്, അലുവ മനസ്സുള്ളൊരു കോഴിക്കോട്, വേണേ കണ്ടോളി ചങ്ങായി നമ്മളെ കോഴിക്കോട്. കായ വറുത്തു തരാടോ, കറുമുറ വയറ് നിറച്ചു കഴിച്ചോ, ദം ബിരിയാണി കഴിഞ്ഞ പിന്നെ സംഗതി നല്ല ഉഷാറ്. കൽവിലെ തേനൊഴുകണ കോഴിക്കോട്. അടിപൊളി. അപ്പൊ കോഴിക്കോട്ടുകാർ വന്ന് കൽപ്പ് നിറച്ച് പോവാണേ. കോഴിക്കോട്ടുകാരുടെ പാട്ടായിട്ട് ഞാൻ മാറുന്നത്. കോഴിക്കോട്ടുകാരെ ആസ്വദിക്കരുത് വെച്ചിട്ടാ. എന്തായാലും കൽപ്പ് നിറച്ചില്ലേ? കൽബ് നിറച്ചു. അപ്പൊ ഇനി നിങ്ങളുടെ വീട്ടുകാരുടെ കൽബ് നിറയ്ക്കണ തീർച്ചയായും നിങ്ങളുടെ പരീക്ഷയുടെ മാർക്കായിരിക്കും. അപ്പൊ അതിനും കൂടെ ഗംഭീരമാകട്ടെ. SLC എല്ലാവരും അല്ലേ ഫുൾ A+ വാങ്ങണം. വാങ്ങൂലേ? ഇവിടെ ഉറപ്പ് തരാണേ. എല്ലാ മാതൃഭൂമി പ്രേക്ഷകർ മൊത്തം ഉറപ്പല്ലേ? എന്താണ് ടെൻഷൻ ഉണ്ടോ? ഓക്കെ എന്നാ പോക്കെ. താങ്ക് യു.